ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അൺസ്റ്റിച്ച്ഡ് സൂട്ട്സിൻ്റെ കളക്ഷൻസ് നമ്മളൊന്ന് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. അപ്പോൾ കളക്ഷൻസ് കണ്ടുകൊണ്ടെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡെന്ന് മെൻഷൻ ചെയ്യുക. വെബ്സൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് നീഡെന്ന് ഒരു കസ്റ്റമർ നോട്ടെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ സ്റ്റിച്ചിങ് നീഡെന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്കിത് സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോൺടാക്ട് ചെയ്യാം. 9562251075 and 8075551156. ആ രണ്ട് നമ്പേഴ്സാണ് നമ്മൾ വാട്സാപ്പിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റ്സ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന പാറ്റേണിലുള്ള 2 കളേഴ്സ് ഉണ്ട്. ഇത് നേരത്തെ വന്നിരുന്നതാണ്, ഞാൻ പണ്ട് സ്റ്റിച്ച് ചെയ്തായിട്ടാണ്. ഇതിൻ്റെ ഒരു റീസ്റ്റോക്ക് വന്നത് 2 കളേഴ്സാണ്. ആ 2 കളേഴ്സ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് ഇട്ടങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരിക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമുള്ള സെറ്റാണ്. 980 റേഞ്ചുള്ളൂ. നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഗ്രീനും ഒരു ബ്ലൂ ഷെയ്ഡോ വന്നിരിക്കുന്നത്. നല്ല രസമുള്ളൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്. സിമ്പിളായിട്ട് തയ്ച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ സിംപ്ലി ഒരു നെക്ക് എടുത്തേക്ക് ഓൾറെഡി യോക്ക് ഉള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കും. സ്ലീവ്സിന് എൻ്റെ 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് പോലെ സ്ട്രെയിറ്റ് കട്ടായിട്ടാണ് തയ്ച്ചേക്കുന്നത്. നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ബ്ലാക്കാണ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതുപോലെ ദുപ്പട്ട നല്ല ലെങ്ത്തും വിടുത്തുമുള്ള നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോയി ആയിട്ട് കിടക്കുന്നൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ 980 ആണ് റേഞ്ച് വരിക. നെക്സ്റ്റ് കളർ നല്ല കോമ്പിനേഷൻ ഉണ്ട്, ബ്ലാക്കും ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ, നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ. 980 റേഞ്ചിൽ അടിപൊളിയായിട്ടുള്ള റേറ്റാണ്. ദുപ്പട്ടയാണെങ്കിൽ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ലെങ്ത്തും വിട്ടും നന്നായിട്ടുള്ള ദുപ്പട്ടയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ പോലും കുഴപ്പമില്ല, അത്രയ്ക്ക് വീതിയും നീളമുള്ള ദുപ്പട്ടയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ഡ്രസ്സ് പോലെയൊക്കെ തയ്ച്ചാലും നല്ല ഫാബ്രിക്കുമാണ്. ഒരു സെൽഫ് വീവിങ് വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. യോക്കിലും കൊടുത്തേക്കുന്ന അതേ ഫാബ്രിക് തന്നെയാണ് ദുപ്പട്ടയിൽ പോയിരിക്കുന്നത്. 980 റേഞ്ചിൽ നല്ല റേറ്റാണ്. ബോട്ടം വന്നേക്കുന്നത് സെയിം ടോണാണ്. ഇനി വരുന്നത് ഇതുപോലൊരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കാണ്. 1420 ആണ് റേറ്റ്. യോക്കിൽ ഇതുപോലൊരു ഫ്ലോറൽ പ്രിൻ്റാണ്. ഫ്രണ്ടിലൊരു ഹക്കോബ പാറ്റേണിലാണ് ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള സറ്റിൽ കളർ കോമ്പിനേഷൻ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സാൻറ്റോണാണ് ഇതുപോലെ. നെക്സ്റ്റ് വൺ വരുന്നത് പേർപ്പിൾ ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റ് 1495 റേഞ്ച്. ആ ഒരു ഹക്കോബ പാറ്റേണിലാണ് ഫ്രണ്ട് പോർഷൻ പോയേക്കുന്നത്. ബാക്ക് ഇതുപോലെ നല്ല ലൈനിങ് ഇട്ടിട്ട് തയ്ച്ചാൽ മതി, നല്ല ഭംഗിയിലിരിക്കും. ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ഫിനിഷാണ്. കളറും ഭയങ്കര രസമുള്ള കളർ കോമ്പിനേഷൻ. ആ ഫ്ലോറൽ പ്രിൻറ്റ് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ബോട്ടം നെക്സ്റ്റ് കളർ ഇതൊരു റെയർ കളറാണ്, ഒരു മൗ ഷെയ്ഡ് എന്ന് പറയാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് സെയിം ഫ്ലോറൽ പ്രിൻറ്റഡ് ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സാൻറ്റോൺ ഇതുപോലെ. നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേപ്പ് വൈൻ്റെ ലൈറ്റർ ടോൺ. ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ. യോക്ക് ഓൾറെഡി ഇതുപോലെ ഉള്ളതുകൊണ്ട് സിംപ്ലി ഒരു നെക്ക് എടുത്ത് തയ്ച്ചാൽ മതി. 2x1 ലൈനിങ് ഇട്ടിട്ട് തയ്ച്ചാൽ മതി. ദുപ്പട്ട കണ്ട സോഫ്റ്റ് ഫിനിഷാണ്, നല്ല കംഫർട്ടബിളായിട്ട് ഇടാം. നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു ഫ്ലോയി ആയിട്ട് വന്നിട്ടുള്ളൊരു സിൽക്കി ഫാബ്രിക്കാണ്. 1480 ആണ് റേറ്റ് വരുന്നത്. ഒരു ജോർജറ്റ് പോലെ തന്നെ കിടക്കുന്ന നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ, ഭയങ്കര രസമാണ്. എൻ്റെ ദുപ്പട്ട ഇതുപോലെ സൈഡിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്കാലപ്പൻ ഫിനിഷ് ചെയ്തിട്ട് ടാസിൽസും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇത് തയ്ച്ചിട്ട് കഴിയുമ്പോൾ നല്ല സ്ട്രെയിറ്റ് കട്ടിൽ തയ്ച്ചിടാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. 1480 നല്ല കളറാണ് ഇതിൻ്റെ. നെക്സ്റ്റ് കളർ നോക്ക്, ഡാർക്ക് മെറൂൺ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ കളർ നല്ലപോലെ ചേരുന്ന കളർ. എല്ലാ കോംപ്ലക്ഷൻ ഉള്ളവർക്കും ഈ കളർ നന്നായിട്ട് പോകും. നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടിരിക്കും നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ. ഈ കളറ് കണ്ടോ, നമ്മൾ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ബ്രൈറ്റ്നെസ് ആണ്. ഭയങ്കര നല്ല കളറാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു പ്യുവർ ഫോമിലുള്ള ഫാബ്രിക്കാണ്. ഭയങ്കര സോഫ്റ്റ് ഫിനിഷാണ്. പ്യുവറായിട്ടുള്ള ആ ഒരു റയോണിൻ്റെ ഫീലാണ് ഇത്. പക്ഷേ ഇത് പ്യുവർ സിൽക്കാണ് ഫാബ്രിക് വന്നെങ്കിൽ. മസ്ലിൻ സിൽക്ക് പോലത്തെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന 2100 റേഞ്ചിൽ വരുന്ന നല്ലൊരു റെയർ കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ. വർക്കും നല്ല ഭംഗിയാണ്. ത്രെഡ് വർക്ക് ഫുൾ ചെയ്തേക്കുക. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടും. ഈ ഫാബ്രിക് നമുക്കത് ഫീൽ ചെയ്താലേ അറിയുള്ളൂ. ശരിക്കും മൊഡാലൊക്കെ പോലെ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്കിൻ്റെ. ദുപ്പട്ട നമുക്ക് ബ്യൂട്ടിഫുൾ ദുപ്പട്ട കണ്ടോ, സോഫ്റ്റ് ഫിനിഷാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. ബോട്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് ചെയ്യാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു സിൽക്കി ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അത് വീഡിയോ.
നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.